പൂജിച്ചു കിട്ടിയ മഞ്ഞച്ചരട് തന്നെയാ ചേച്ചി. ഇവള് പറഞ്ഞത് സത്യം. താലി എവിടെ? കല്യാണിക്ക് പോവാം. ദേവി, നീ ഈ താലി അവരുടെ കണ്ണുകളിൽ നിന്ന് മറച്ചു വെച്ചു. ഒരുപാട് നന്ദിയുണ്ട് ദേവി. അമ്മായി, കോഫി. ഞാനൊരു കോഫി വേണമെന്ന് പറയാൻ തുടങ്ങായിരുന്നു. ഫോൺ എടുക്കും മുന്നേ കോഫി കിട്ടി. അതിനു മുന്നേ കുറച്ച് വെള്ളം കുടിക്കണം കല്യാണി. ആ വെള്ളം എടുത്തേ. ശരി. അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. വെള്ളം തീർന്നുല്ലോ. ഞാൻ പോയി എടുത്തിട്ട് വരാം. പെട്ടെന്ന് കൊണ്ടുപോയില്ലേ? അത് കഴിഞ്ഞിട്ട് വേണം കോഫി കുടിക്കാൻ. ഇപ്പൊ കൊണ്ടുവരാം. ഒരു മിനിറ്റ്. ആ ശരി. നീ ഇത് കാണുന്നില്ലേ? ആ കല്യാണി എപ്പോഴും ആനന്ദിന്റെ റൂമിലാ. നീ ഇവിടെ വീഡിയോയും ഗെയിമും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നാലേ ചെക്കനെ പെമ്പിള്ളേരെ കൊണ്ടുപോകും. ഞാൻ പണ്ടേ പറയാറുള്ളതാ. ആ ആ കോഫി തണുത്തു പോയിട്ടുണ്ടാവും. ഞാൻ വേറെ കോഫി എടുത്തിട്ട് വരട്ടെ? കുഴപ്പമില്ല കല്യാണി, ഇപ്പൊ കൊണ്ടുവന്നല്ലേ ഉള്ളൂ. അതല്ല, ഇതങ്ങ് തണുത്ത ഐസായി. കോഫി ഫ്ലാസ്കിലുണ്ട്, ഉടനെ കൊണ്ടുവരാൻ ഞാൻ. ശരി.
വലിയ വലിയ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് നിറഞ്ഞു. ഇതുകൊണ്ട് കളഞ്ഞിട്ട് വരാം. ശരി. പ്രിയങ്കെ, നീ സൂക്ഷിച്ചോ. ഇത് സംഗതി കൈവിട്ടു പോകുന്ന കോള. ഇവിളിത് എത്രാമത്തെ പ്രാവശ്യം കേറി ഇറങ്ങുന്നെന്ന് വല്ല ബോധമുണ്ടോ? നിക്ക, കൊറേ പ്രാവശ്യം ആയല്ലോ നീ ആനന്ദിന്റെ റൂമിൽ കയറി ഇറങ്ങുന്നു. മാഡം, അത് കോഫി കൊണ്ടുപോയപ്പോ വലിയതിന് വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളം കൊണ്ടു ചെന്നപ്പോ ആ കോഫി അങ്ങ് തണുത്തുപോയി. അതുകൊണ്ടാ. മതി മതി. എന്തെങ്കിലും കാരണം പറഞ്ഞ ആനന്ദിന്റെ റൂമിൽ ഇങ്ങനെ കേറി ഇറങ്ങണം. അത് തന്നെ കാര്യം. ഞങ്ങളെന്താ വെറും പൊട്ടികളാണെന്ന് കരുതിയോ നീ? അയ്യോ, അതല്ല മാഡം. ഞാൻ വെള്ളവും കോഫിയൊക്കെ കൊടുത്തു കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ അങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് മുറിയിൽ വെക്കാനാ. ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ജോലിക്കാരുണ്ടല്ലോ. അതോ നീ വച്ചാലേ അത് ആനന്ദിന്റെ മുറിയിൽ ഇരിക്കുള്ളോ? സുജാതെ, ഇങ്ങ് വരൂ. മാഡം, ദേ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടുപോയി ആനന്ദിന്റെ മുറിയിൽ വെച്ചേക്ക്. ശരി മാഡം. അല്ല, നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? അതോ നീ ഇനി ആനന്ദിന്റെ മുറിയിലെ ജോലികൾ മാത്രമേ ചെയ്യുള്ളൂ നിർബന്ധമുണ്ടോ? പോടി അടുക്കളയില. സുജാത, ആ കല്യാണിയോടൊന്ന് വരാൻ പറയൂ പെട്ടെന്ന്. ശരി സർ. കല്യാണി, നിന്നെ ആനന്ദ് സാർ വിളിക്കുന്നു. പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. പ്രിയങ്കേ, ഇവൾക്കൊരു കടിഞ്ഞാണിടുന്നത് നല്ലതാ. അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. അവൾക്ക് കടിഞ്ഞാണല്ല ആന്റി, മൂക്ക് കയറിടിഞ്ഞ്. ആന്റി നോക്കിക്കോ, ഓരോന്നോരോന്നായിട്ട് ഞാൻ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുവാ. മൂക്ക് കയറിട്ടാലും കൊള്ളാം, കൊലക്കയറിട്ടാലും കൊള്ളാം. എനിക്കൊന്നേ പറയാനുള്ളൂ. നീ സൂക്ഷിച്ചാ നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അത്ര തന്നെ. ഇന്ന് സഹദേവേട്ടന്റെ സുഹൃത്തിന്റെ വീട് പാലുകാച്ച. സഹദേവേട്ടൻ ഇല്ലാത്തോണ്ട് എനിക്ക് പോണം. ഞാൻ ഇറങ്ങാം.
കല്യാണി, തലയണയിലേക്ക് കോഫി ചരിഞ്ഞു വീണു. ഇതൊന്ന് മാറ്റിയേക്ക്. ആ. ഭാഗ്യത്തിന് ലാപ്ടോപ്പിലേക്ക് വീണില്ല. ശരി വലിയുഞ്ഞെ, ഇപ്പൊ തന്നെ മാറ്റിയേക്കാം. ഹലോ ബെറ്റി. ഇതത്ര നല്ല ഫോൺ വിളിയാണെന്ന് തോന്നുന്നില്ലല്ലോ. വിലാസിനി ആന്റി എവിടെ പോയി? കല്യാണിയല്ലേ ഇത്? ഇവള് ഒറ്റയൊരുത്തി കാരണമാ ജയന്തി ചേച്ചി ആനന്ദേട്ടനുമായിട്ടുള്ള കല്യാണം നടക്കാതെ പോയത്. നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ കൂടെ തന്നെയാടി ഞാൻ വന്നത്. നിനക്ക് ഞാൻ കാണിച്ചു തരാം. കല്യാണി, കല്യാണി, എന്തു പറ്റി? കാലുളിക്കുന്ന തോന്നണേ. ഒന്ന് എണീറ്റ് നോക്ക് കല്യാണി. പതുക്കെ. കല്യാണി, എന്നെ കൈ പിടിക്ക. വേണ്ട വലിയ. കല്യാണി പറഞ്ഞ കേക്ക്. കാല് പതിയെ ഊന്ന് കല്യാണി. ഏയ്, സാരമില്ല, എന്നെ തോളി പിടിച്ചോ. ഓയിന്റ്മെന്റ് ഇട്ടാ മാറിക്കോളും. വേണ്ട വലിയ. കുഴപ്പമില്ല, വാ. ഓക്കെ, ഇങ്ങോട്ടിരിക്ക. ഓയിന്റ്മെന്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആനന്ദ് പൊയ്ക്കോ, ഞാൻ ഇട്ടു കൊടുത്തോളാം കല്യാണിക്ക്. ആ, അത് നന്നായി. കല്യാണി, കുളിക്കാൻ സ്ഥലം കാണിച്ചു കൊടുക്ക. പ്രിയങ്ക ഓയിന്റ്മെന്റ് തേച്ചരും. അയ്യോ സാരമില്ല വലിയ, ഞാൻ ചെയ്തോളാം. ഏയ്, നീ ഇട്ടാ ശരിയാവില്ല. കാല് കാണിച്ചു കൊടുക്ക, പ്രിയങ്ക തേച്ചരും. ഇതുപോലെ ആവശ്യം വരുമ്പോഴല്ലേ ഒരാൾ മറ്റാളെ സഹായിക്കേണ്ടത്. പ്രിയങ്ക, കമോൺ. ഓ പിന്നെന്താ, വിത്ത് പ്ലഷർ. ഞാൻ പണ്ട് NCC കേഡറ്റ് ആയിരുന്ന സമയത്ത് ഇതുപോലെ പിച്ചക്കാരെ വരെ കുളിപ്പിച്ചൊരുക്കിയിട്ടുള്ളതാ. സോഷ്യൽ സർവീസ്. ഇത് പിച്ചക്കാരിയല്ല പ്രിയങ്ക, നമ്മുടെ ബ്രാൻഡ് അംബാസഡർ. കമോൺ, ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ. കാലെടുത്ത് വെക്ക. നിന്റെ കാലിൽ ഞാൻ ഓയിൽമെന്റ് ഇട്ട് തരണോ അല്ലേടി? കാണിച്ചു തരാടി നിന്നെ ഞാൻ.
വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെയാണോ ഓയിന്റ്മെന്റ് ഇടുന്നത്? നല്ല സോഷ്യൽ സർവീസ് ആണല്ലോ. ഇങ്ങെടുക്ക, ഞാൻ ഇട്ട് കൊടുക്കാം. വേണ്ട വല്യുഞ്ഞ്. അതൊന്നും സാരമില്ല. ഇങ്ങെടുക്ക, ഞാൻ ഇട്ട് കൊടുക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ആശ്വാസമുണ്ട്. നന്നായിട്ട് റെസ്റ്റ് ചെയ്യ, അപ്പോഴേക്കും മാറും. പ്രിയങ്കേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു? അവസരം കിട്ടിയപ്പോ ഞാൻ അവക്കിട്ടൊരു പണി കൊടുത്തതാ. എനിക്ക് ചെലവ് നടത്തണം കേട്ടോ. ചെലവോ? നീ എന്തൊക്കെയായി പറയുന്നത്? ആ അടുക്കളക്കാരി ഏന്തി വലിഞ്ഞ് നടന്നത് കണ്ടില്ലേ? അതിന് കാരണക്കാരി ഈ പ്രേമയാണെന്ന്. അവള് സ്റ്റെയർ ഇറങ്ങി വന്നപ്പോ ഞാൻ മനഃപൂർവ്വം അവളെ തള്ളി തറയിലിട്ടതല്ലേ. എന്തിനടി ആവശ്യമില്ലാത്തൊക്കെ കാണിക്കാൻ പോയത്? നീ കാരണം എന്റെ മനസ്സമാധാനം പോയി. എനിക്ക് മാനത്തിനുമിടയിൽ ആ കല്യാണി വരാതിരിക്കാൻ ഞാൻ ഓരോന്നും ചെയ്യാൻ നോക്കുമ്പോ നീ അത് നശിപ്പിക്കാൻ നോക്കുന്നല്ലേ? ഞാനോ? അതെ, നീ തന്നെ. നിന്റെ നശിച്ച ചേച്ചിയില്ലേ ജയന്തി, അന്ന് അവള് കല്യാണ മണ്ഡപത്തിന്ന് രാജീവിനെ തട്ടിക്കൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ കല്യാണി എന്ന ശല്യം അന്നേ ഒഴിഞ്ഞു പോവായിരുന്നു. കഷ്ടം. കുടുംബമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക എന്റെ ജീവിതം തുലയ്ക്കാൻ. മാറടി വഴിന്ന് ഇടിയടിച്ച്. എങ്ങനുണ്ട് ഇപ്പൊ കാലിന്? ഏന്തലൊന്നും കാണുന്നില്ലല്ലോ. എന്തായാലും ഇതൊരു മറിമായം തന്നെയാ. ചെറുപ്പക്കാർ ആൺപിള്ളേരെ കാണുമ്പോ കാലൊളുക്കുക, തോളിൽ ചാഞ്ഞ് നടക്കുക, പിന്നെ മുറി പോയി. നിന്റെയൊക്കെ ഒരു യോഗം. ഇക്കൊല്ലത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരം നിനക്ക് തന്നാലും അതിശയിക്കണ്ട. അത്ര ഒറിജിനാലിറ്റി ആയിരുന്നു അഭിനയം. ആഹാ, വളരെ സന്തോഷം. കുട്ടി അവാർഡ് കമ്മിറ്റിയിലുണ്ടെങ്കിലേ ഞാൻ രക്ഷപ്പെടും. ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി, വിലാസിനി മാഡത്തിന്റെ ഫാമിലിയിൽ എല്ലാരും ഒരേ അച്ചില് വാർത്തതാ. ആ നടപ്പും നിപ്പും സംസാര ഭാഷയെല്ലാം അച്ചിട്ട. സത്യം പറഞ്ഞാലേ
ജയന്തി കൊച്ചിന്റെ കുറവ് ഇപ്പോഴാ പരിഹരിച്ചു കിട്ടിയത്. ഛീ, മതിയാക്കടി നിന്റെ ഒരു പരിഹാസം. അതെ, നീ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട. ഞങ്ങള് തിന്നുന്ന എച്ചിപാത്രം കഴുകലല്ലേ നിന്റെ പണി. മിണ്ടാതെ വായടച്ചു പോയി എനിക്കൊരു ഫ്രഷ് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടു വാ. ജ്യൂസ് അടിക്കാനേ ഇത് ആപ്പിളിന്റെ സീസൺ അല്ല. വേണമെങ്കിൽ ഒരു നാരങ്ങയോളം ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ ഒരു ചായ. അതും ഇപ്പൊ നടക്കൂ. അയ്യടാ നിന്റെ ഒരു ഔദാര്യം. ചായ ഉണ്ടാക്കി തരാന്ന് പോലും. എടി, ഇത് നിന്റെ തന്ത ഡ്രൈവർ ദാസിന്റെ സമ്പാദ്യമൊന്നും അല്ല. മര്യാദയ്ക്ക് പോയി ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വാ. പോടി അങ്ങോട്ട്. ഹ്.